അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന, ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന സകലർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ സന്ദേശം ഒരു ആത്മീയ സന്ദേശമാണ്. ആത്മീയ സന്ദേശം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വാർത്ത, സദ്വാർത്ത. ഇതിൽ അപ്പുറമായ ഒരു സദ്വാർത്ത ഇല്ല. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും ഉന്നതമായതും ഏകമായതുമായ സദ്വാർത്ത. ആദിയിൽ പിതാവായ ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ തൻ്റെ ആത്മാവിനെ പകർന്നു, അവർക്ക് സർവ്വസുഖ സൗകര്യങ്ങളും നൽകി. ഏദേൻ പർദീസായിൽ പാർപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദേൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. പിതാവായ ദൈവം ഏദേനിൽ വന്ന മനുഷ്യനുമായി സഹവസിച്ച് അവർ വളരെ സന്തോഷമായി ഏദേനിൽ പാർത്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യൻ്റെ സന്തോഷകരമായ ഏദേൻ ജീവിതത്തിൽ അസൂയ പൂണ്ട സാത്താൻ ഏദേനിൽ നിന്നും കൗശലപൂർവം ചതിയും വഞ്ചനയും പ്രയോഗിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ദൈവകൽപ്പന ലംഘിപ്പിച്ച് പാപം ചെയ്യിപ്പിച്ചു. അവരെ ആത്മീയ മരണത്തിന് ഏൽപ്പിച്ചു. പാപം ചെയ്തതുമൂലം അവരിൽ നിന്നും ദൈവാത്മാവ് മാറ്റപ്പെടുകയും അവർ പൈശാചിക ആത്മാവിനെ അടിമയായി തീരുകയും ചെയ്തു. പാപം ചെയ്ത മനുഷ്യനെ പിതാവായ ദൈവം ഏദേനിൽ നിന്ന് പുറത്താക്കി ശപിക്കപ്പെട്ട ഭൂമിയിൽ പാർപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 3-ാം അധ്യായം 23-ാം വാക്യം. ഇങ്ങനെ ആദ്യ മാതാപിതാക്കളുടെ പാപം നിമിത്തം അവരുടെ സന്തതി പരമ്പരകളായ സകല മനുഷ്യരും പാപികളായിത്തീർന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പടർന്നിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ മനുഷ്യൻ പാപത്തിനും സാത്താനും അടിമകളായിത്തീർന്നു. പാപത്തിൻ്റെ ഫലമായി മനുഷ്യരിൽ നിഗളം, ദുർനടപ്പ്, ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, ചതി, കൊലപാതകം, മോഷണം, ദുഷ്ടത, അത്യാഗ്രഹം, മദ്യപാനം, പക, കോപം, ദുർനടപ്പ്, വ്യഭിചാരം, പരസംഗം, ദൈവദൂഷണം തുടങ്ങിയ സർവ്വദോഷങ്ങളും സർവദോഷ സ്വഭാവങ്ങളും മനുഷ്യനിൽ രൂഢമൂലമാകുന്നു. ഇങ്ങനെ പാവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സർവ്വ മനുഷ്യരും പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യനരകത്തിന് അവകാശികളായിത്തീരുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. അത് രണ്ടാമത്തെ മരണം. അവർ ഒരു നാളും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മർക്കോസ് 7-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ.
ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തൻ്റെ മക്കളുടെ നാശത്തിൽ സഹതാപം തോന്നിയ പിതാവായ ദൈവം മാനവരാശിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ തൻ്റെ സ്വന്തം പുത്രനെ നൽകുവാൻ നിശ്ചയിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു. താൻ 33.5 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഘോഷിച്ചും രോഗികളെ സൗഖ്യം നൽകിയും താൻ തൻ്റെ വഴിയും 3.5 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഘോഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയും വിവിധങ്ങളായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളിലും കൂടെ താൻ ദൈവപുത്രനും കൂടിയ മനുഷ്യപുത്രനായിരിക്കുമ്പോൾ തന്നെ താൻ ദൈവവുമാണ് എന്ന് തെളിയിച്ചു. വഴിയും സത്യവും ജീവനും താനാണെന്ന് തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ലോകത്തിന് വെളിപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ നൽകി അവരെ അനുഗ്രഹിച്ചു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. പിതാവായ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനും നൽകുവാൻ പാപമില്ലാത്ത യേശു കർത്താവ് തന്നെത്താൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിനെ ചാട്ടവാറ് കൊണ്ടടിക്കുകയും തലയിൽ മുൾക്കിരീടം വയ്ക്കുകയും ഏറെ മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു. അവസാനം യേശുവിനെ 2 കള്ളന്മാർക്കൊപ്പം ക്രൂശിൽ തറച്ച് കൊന്നു. പ്രിയ സഹോദര, പാപികളായ നാം ഏൽക്കേണ്ട സർവ്വശിക്ഷകളും കഷ്ടതകളും ക്രൂശ് മരണവും നമുക്ക് നിത്യജീവൻ നൽകുവാൻ യേശു നമുക്ക് പകരമായി ഏറ്റെടുത്തു. ക്രിസ്തുവ് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ, ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തന്നിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന തൻ്റെ സന്നിധിയിൽ ചേർക്കുവാൻ താൻ വീണ്ടും വരുമെന്ന്, രക്ഷിക്കപ്പെടുന്നവരെ തൻ്റെ സന്നിധിയിൽ ചേർക്കുവാൻ, തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ താൻ വീണ്ടും വരുമെന്ന ഉറപ്പ് നൽകി യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഈ വചനങ്ങൾ എബ്രായലേഖനം 1-ാം അധ്യായം 31-ാം വാക്യത്തിലും യെശയ്യാവ് 53-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 5-6 വാക്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാവുന്നതാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്
പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവൃത്തി 1 അധ്യായം 11 വാക്യം. ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പക്ഷാപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. 1 തിമോത്തി 2 അധ്യായം 5-6 വാക്യങ്ങൾ. അന്ത്യകാലത്തിൻ്റെയും തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിലേക്ക് വരുവാനുമുള്ള കർത്താവിൻ്റെ 2ാം വരവിൻ്റെയും സകല ലക്ഷണങ്ങളും ധാരാളമായി ഈ ഭൂമിയിൽ കാണുന്നതിനാൽ മത്തായി 24 അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തെസ്സലോനിക്കെഴുതിയ ലേഖനം 4 അധ്യായം 16-17 വാക്യങ്ങൾ. പ്രിയ സഹോദര, താങ്കൾ ഇപ്പോൾ പ്രത്യാശയില്ലാത്തവനായി പാപത്തിലും നിരാശയിലും കഷ്ടതയിലും മരണഭയത്തിലും സന്തോഷമില്ലാത്തവനായി ആണോ ജീവിക്കുന്നത്? താങ്കൾക്ക് ഒരു വിടുതലും പ്രത്യാശയും പാപമോചനവും നിത്യജീവനും പ്രാപിക്കേണ്ടേ? തൻ്റെ, അതായത് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. താങ്കൾക്ക് ഒരു വിടുതലും പ്രത്യാശയും പാപമോചനവും നിത്യജീവനും പ്രാപിക്കേണ്ടയോ? ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാവുന്നു എന്ന് യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 1 അധ്യായം 18 വാക്യത്തിലും ഈ കാര്യം പ്രതിപാദിക്കുന്നു. ഈ വചനം പറയുന്നുണ്ട്: താൽക്കാലികമായിട്ടുള്ള ഈ ലോകവാസം കഴിഞ്ഞാൽ എന്നേക്കുമുള്ള കർത്താവിനോട് വിശുദ്ധന്മാർക്കുമുള്ള ഒപ്പമുള്ള സ്വർഗീയവാസവും നിത്യജീവനും പ്രാപിക്കേണ്ടയോ? ചിന്തിക്കുക. വിടുതലിനായി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുക. താങ്കൾ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർവ്വപാപങ്ങളെയും പാപ സ്വഭാവങ്ങളെയും ഉപേക്ഷിച്ച് പൂർണ്ണ പശ്ചാത്താപത്തോടും മാനസാന്തരത്തോടും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് 1 യോഹന്നാൻ 1 അധ്യായം 7 വാക്യം, യെശയ്യാവ് 1 അധ്യായം 18 വാക്യം, വീണ്ടും ജനനം പ്രാപിച്ച് ദൈവിക കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച് ദൈവ മകനായി മകളായി ദൈവീക സന്തോഷത്തിൽ വളരുക. 2 കൊരിന്ത്യർ 5 അധ്യായം 7 വാക്യം. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമാർക്കെഴുതിയ ലേഖനം 10 അധ്യായം 9-10 വാക്യങ്ങൾ. ഈ വചനപ്രകാരം രക്ഷിക്കപ്പെടുവാൻ പൂർണ്ണ വിശ്വാസത്തോടും പശ്ചാത്താപത്തോടും മാനസാന്തരത്തോടും തീരുമാനപൂർവം ഈ പ്രാർത്ഥന ചൊല്ലുക.
പിതാവായ ദൈവമേ, പാപിയായ എനിക്ക് പാപമോചനവും നിത്യജീവനും നൽകുവാൻ എൻ്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് എനിക്ക് പകരക്കാരനായി അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു പീഡകൾ സഹിച്ച് കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്താൽ എൻ്റെ സർവ്വപാപങ്ങളും കഴുകി എന്നെ ശുദ്ധീകരിക്കുവാൻ മതിയായതാണെന്ന് ശുദ്ധീകരിക്കണമേ. സർവ്വപാപങ്ങളും കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയെ എൻ്റെ കർത്താവും രക്ഷിതാവും ആയി ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മുദ്രയിടണമേ. എൻ്റെ പേര് അങ്ങയുടെ ജീവപുസ്തകത്തിൽ എഴുതണമേ. എന്നെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനും എൻ്റെ രക്ഷിതാവും കർത്താവും മധ്യസ്ഥനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ന്യായവിധി എന്നതോ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ, പാപം നിറഞ്ഞ ജീവിതത്തെ സ്നേഹിച്ചത് തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. സ്നേഹിത, താങ്കൾ പൂർണ്ണമായി വിശ്വസിച്ച് പശ്ചാത്താപത്തോടും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതെങ്കിൽ താങ്കളുടെ സർവ്വപാപങ്ങളും ക്ഷമിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവമകളായി സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വചനവുമാണ് വെളിച്ചം. ക്രിസ്തുവാണ് സത്യം. ക്രിസ്തുവാണ് വഴിയും ക്രിസ്തുവാണ് പുനരുത്ഥാനവും ജീവനും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മേലിൽ പാപം ചെയ്യാതെ ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് ആത്മീയ കൂട്ടായ്മയിൽ വളരുക. ദൈവമായ കർത്താവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ വളർന്നു വരുവാൻ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ആത്മാവിൽ നിറയപ്പെടുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവിധ നിത്യജീവങ്കലേക്ക് നിങ്ങൾ എത്തപ്പെടേണ്ടതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സദ്വാർത്ത, ഈ സന്തോഷം, ഈ ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സർവമാനം മഹത്വവും ദൈവത്തിനുള്ളത്. കർത്താവായ യേശുവേ, വേഗം വരേണമേ. മാറാനാഥ, മാറാനാഥ, മാറാനാഥ. ആമേൻ. കർത്താവേ, വേഗം വരേണമേ. ആമേൻ.